ലോകമാകെ കാത്തിരുന്ന നിമിഷം, നമ്മൾ ഇന്ത്യക്കാരിങ്ങനെ ഉറക്കമൊഴിച്ച് ഇമചിമ്മാതെ കാത്തിരുന്ന നിമിഷം. അങ്ങനെയൊന്ന് ഈ അടുത്തെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. പുലർച്ചെ 3:27 ആകാശവും മാനവരാശിയുടെ അതിരല്ലെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ കൂടി അഭിമാനമായ സുനിത വില്യംസും മറ്റ് 3 ബഹിരാകാശ യാത്രികരും ഡ്രാഗൺ പേടകത്തിൽ മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡ തീരത്തോട് ചേർന്ന് വന്നിറങ്ങിയത്. നിശ്ചയിച്ചതിൽ നിന്ന് ഒരു നിമിഷം പോലും തെറ്റാതെയായിരുന്നു സ്പ്ലാഷ് ഡൗൺ. ഇതൊരു ചരിത്രമാണ്, ചരിത്ര നിമിഷമാണ്. ആ ഒരു ടൈം ലൈനിലേക്ക് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് മടങ്ങിപ്പോകാം. 2:41 ഡി ഓർബിറ്റ് ജ്വലനം തുടങ്ങിയത്, അതായത് തിരികെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മൊമെന്റ്. 2:49 ഡി ഓർബിറ്റിന്റെ ജ്വലനം പൂർത്തിയായി. 3:24 നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്പ്ലാഷ് ഡൗണിനായുള്ള പാരഷൂട്ടുകൾ തുറന്നു. ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെ വിഷ്വൽ ഗ്രാഫിക്സിൽ കാണുന്നത് പോലെ അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിൽ നാസ പ്രക്ഷേപണം ചെയ്തത്. 3:27 വളരെ സുരക്ഷിതമായി സ്പ്ലാഷ് ഡൗൺ മെക്സിക്കൻ കടലിൽ ഫ്ലോറിഡ തീരത്തോട് ചേർന്ന്. 3:30 തന്നെ സുരക്ഷാ പരിശോധനകൾ തുടങ്ങി. ആ സമയം തന്നെ റിക്കവറി ഷിപ്പ് സജ്ജമായിരുന്നു. 3:55 ഡ്രാഗൺ പേടകത്തെ കപ്പലിലേക്ക് മാറ്റി. 4:08 പേടകത്തിന്റെ വാതിൽ തുറന്നു. കാത്തിരുന്ന നിമിഷം. 4:18 ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയത് കമാൻഡർ നിക് ഹേഗ്. 4:20 രണ്ടാമത്തെ ആൾ അലക്സാണ്ടർ ഗോർബനേവ്. 4:21 നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ മുഖം സുനിത വില്യംസ് കൈവീശി കാണിച്ച് വളരെ സന്തോഷവതിയായി. എപ്പോഴൊക്കെ നമ്മൾ സുനിതയെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും അവരുടെ മുഖം അങ്ങനെയായിരുന്നു, വളരെ പ്രസന്നവതിയായി, സന്തോഷവതിയായി. 4:21 സുനിത വില്യംസ് മൂന്നാമതായി പുറത്തേക്ക് ഇറങ്ങി. 4:22 ബുച്ച് വിൽമോർ, അദ്ദേഹവും അതെ ഇത്രയും നാൾ നീണ്ട ദൗത്യത്തിന് ശേഷം വളരെ സുരക്ഷിതനായി. നോക്കൂ ആ ദൃശ്യങ്ങളിൽ സുനിത വില്യംസ് എത്ര സന്തോഷവതിയായി, എത്ര സംതൃപ്തിയോടെയാണ് അവരുടെ ആ മടക്കം. അത് തന്നെയാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ വളർച്ച. ഒരുപക്ഷെ നമ്മളൊക്കെയും ആശങ്കപ്പെട്ടിരുന്നെങ്കിലും സുനിതയോ ബുച്ച് വിൽമോറോ എപ്പോഴെങ്കിലും അത്തരത്തിലൊരു ആശങ്ക പങ്കുവച്ചിട്ടില്ല. എപ്പോഴും അവരുടെ ധൈര്യം ശാസ്ത്രം അവരെ തിരികെ എത്തിക്കും എന്നത് തന്നെയായിരുന്നു. 4 പേരെയും ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി മാറ്റിയിരിക്കുന്നു. അതൊരു പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. നാസ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇലോൺ മസ്കിനും സ്പേസ് എക്സിനും നാസയ്ക്കും വൈറ്റ് ഹൗസ് നന്ദി പറഞ്ഞു. സ്പേസ് എക്സിനും നാസയ്ക്കും നന്ദി എന്ന് ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് കുറിച്ചു. അങ്ങനെ അവർ 4 പേരും 9 മാസം നീണ്ട അവർ 4 പേരിൽ നിക്കും അലക്സാണ്ടർ ഗോർബനോവും പോയത് സെപ്റ്റംബറിലാണ്. ഇവർ 2 പേരും സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസം നീണ്ട ബഹിരാകാശ ജീവിതത്തിന് ശേഷം സുരക്ഷിതരായി ഭൂമിയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധനകൾക്കാണ് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. 4 പേരും സുരക്ഷിതരാണ്, ആരോഗ്യവാന്മാരാണ്. ഇനിയുള്ളത് ഇത്രയും നാൾ ബഹിരാകാശത്ത് കഴിഞ്ഞതിന്റെ സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് എപ്പോഴും ഇവർ ബഹിരാകാശത്തേക്ക് പോകുന്നത്. ആ ബുദ്ധിമുട്ടുകളാണ്. അത് മാറ്റാനുള്ള ചികിത്സകളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ നടക്കുക.